മെറ്റോന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ എപ്പിസോഡുകൂടി ഇത് തീരും. നമ്മൾ നേരത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറെ 3:21 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ രക്ഷയെക്കുറിച്ച്, സാൽവേഷനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും പ്രധാന. നീതീകരണത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനകത്ത് ആ വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കാം. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമാണ്. 3:25-26 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തൻ്റെ നീതിമാനും യേശുവിൽ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം പ്രായശ്ചിത്തത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. പഴയ നിയമത്തിൽ നിന്നുള്ള ആ ഹിലസ്റ്റീരിയോൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് അതിൻ്റെ ഡെറിവേഷനെല്ലാം നമ്മൾ പറയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ സാധ്യത അവൻ്റെ രക്തം മൂലമാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. നിത്യത മുതൽ നിത്യത വരെ, ഫ്രം ഏൻഷ്യൻ ടൈംസ് ടിൽ അവർ എറ്റേണിറ്റി, ദൈവത്തിൻ്റെ ഇടപാടുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരമാണ്. എന്ന് വെച്ചാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, ദൈവത്തോട് മനുഷ്യൻ ഇടപെടുന്നതെല്ലാം തന്നെ ഈ കാൽവറി ക്രൂശ് വെച്ചാണ്. അതാണ് മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയത്. അത് മറന്നു പോരുത്. അതുകൊണ്ട് ദൈവം തൻ്റെ പൊറുമയിൽ നമ്മളെ ഈ വായിച്ചതുപോലെ മുൻകാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം, എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി വേറൊരാൾ നമുക്ക് നമ്മുടെ പാപം ഏറ്റെടുത്തു. വേറൊരു തേർഡ് പാർട്ടി, യേശു ഈ ലോകത്തിലേക്ക് വന്ന് പാപം ഏറ്റെടുത്തു. ഒരു കുറ്റത്തിന് 2 പേർ ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ നിയമപ്രകാരം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷയായി തീർന്നു എന്നുള്ളത്. അതുപോലെ ആ ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരസ്യമായി ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞാനിത് നേരത്തെ പറഞ്ഞ ആണ്. ഇസ്രായേൽ മക്കളെ അഗ്നിസർപ്പം കടിച്ച സമയത്ത് ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി അവൾ ഉയർത്തി. ആരെങ്കിലും കടിയേറ്റവർ അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അത് യോഹന്നാൻ 3:14-15 വാക്യങ്ങളിലെ, സംഖ്യ 21:8-9 വാക്യങ്ങളിലെ ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട്. ആ ഉയർത്തപ്പെട്ട താമ്ര സർപ്പം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. ക്രൂശിൽ ഉയർത്തപ്പെട്ടു, ഹഡ്സൺ എന്ന് പറഞ്ഞ് ഉയർത്തിയിരിക്കുന്നു. അവിടെ കർത്താവിനെ ഉയർത്തി, ക്രൂശിനെ ഉയർത്തിയെടുത്ത് അവിടെ വലിയ രക്ഷ അതുമായിട്ട് വന്നു എന്ന് നമ്മളെ കാണുന്നു. അതുകൊണ്ട് അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് പോലെ ഉള്ളൊരു കാര്യം വിടുതലിന് വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കാല പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. മനുഷ്യനെ ദൈവത്തോടും ദൈവത്തെ മനുഷ്യനോടും നീതി നിരപ്പിച്ചു. മേളിൽ താഴെ ലോകവും സ്വർഗവുമായി നിരപ്പിച്ചു. അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മൾ വിമുഖരായി. ഇത് വലിയൊരു സത്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു 7 പിൻ പോയിൻ്റ് ഞാൻ ഇന്ന് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നീതീകരണത്തിൻ്റെ 7 പോയിൻ്റ് ഞാനിപ്പം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളത് എഴുതി വെക്കുക. എഴുതി വെച്ചെങ്കിലേ പറ്റുള്ളൂ. 1, ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. മനുഷ്യൻ്റെ പ്രവർത്തനമല്ല നീതീകരണം. അതാണ് ആദ്യം പറഞ്ഞ്, ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. റോമർ 3:25 ഇതാണ് ഞാൻ വായിച്ചത്. നേരത്തെ വായിച്ചതാണ് 25-26. ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കാതെ വിട്ട് നീതിയെ പ്രദർശിപ്പിച്ചത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മളുടെ അതിക്രമങ്ങൾ മാറി നമ്മൾ നീതിയുള്ളവരായി തീർന്നു. അതിനൊരു വാക്യമുണ്ട്. റോമർ 4 നമ്മൾ പഠിക്കുന്ന അടുത്ത അധ്യായമാണ്. 4:24-25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. ഓക്കെ, അതിനോട് ചേർന്ന് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന, അല്ല, നീതീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നീതീകരണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് 5-ാം അധ്യായത്തിലാണ് അവസാനിക്കുന്നത്. 5:11 ഇത് അവസാനിക്കുന്നത്. അതുവരെ നീതീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ നീതീകരണത്തിൻ്റെ സ്റ്റെപ്പ് ആദ്യം പറഞ്ഞതാണ്. 1, ദൈവത്താൽ നീതീകരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. 2, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം
എന്ന് പറയുന്ന ഘടകം. റോമർ 4:24-20 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്ക് ഇടുവാനുള്ളതാകയാൽ തന്നെ. അതുകൊണ്ട് നീതീകരണത്തിനായിട്ട് കർത്താവിനെ ഉയർപ്പിച്ചു. അവൻ ഉയർത്തതുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഇനി അടുത്ത ഒരു മൂന്നാമത്തെ പോയിന്റ്, നമ്മളെ നീതീകരിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. 1 കൊരിന്ത്യർ 6:11 എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാവും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് മറന്നു പോരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും കൂടിയാണ് നിങ്ങളെ നീതീകരിക്കുന്നത്. അതിന് പാപബോധം തരുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തോടു കൂടിയുണ്ട്. അതിന് ദൈവം ചെയ്യുന്നതെന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ് അതിനകത്തുണ്ട് എന്ന് മറന്നു പോകരുത്. അപ്പോൾ 1 ദൈവത്താൽ, 2 ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, 3 പരിശുദ്ധാത്മാവിനാൽ, 4 നേരത്തെ വായിച്ച വാക്യമാണ് റോമർ 3:25 അവൻ്റെ രക്തത്താൽ. നമ്മൾ വായിച്ചാണ് രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ അവൻ്റെ രക്തത്താൽ. വീണ്ടും അത് പറയുന്നില്ല. 4 രക്തത്താൽ. 5 അതിൽ തന്നെ പറയുന്നതാണ് കൃപയാൽ. ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആരും ഇത് തെറ്റിപ്പോവാതെ മനസ്സിലാക്കുക, അതിനുവേണ്ടിയാണ് പറയുന്നത്. 5ാമത് കൃപയാൽ. കൃപയാൽ ഈ റോമർ 3:24 പറയുന്നുണ്ട് കൃപയാൽ നമ്മളെ വീണ്ടെടുത്തു എന്ന് പറയുന്നു. ഇതേ കാര്യം തന്നെ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. കൃപയാൽ നീതീകരിക്കപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ എങ്ങനെയാണ്? പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ പേരിൽ ധാരാളമായി പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഓക്കെ, അവിടെ എല്ലാവരും ഉണ്ട്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ഈ 3 പേരും ആ വാക്യത്തിനകത്തുണ്ട്. അവരെല്ലാം തന്നെ നീതീകരണ പ്രക്രിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അവൻ്റെ കൃപയാൽ അവകാശികളായി തീരേണ്ട പുനർജന്മ സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ പേര് ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് കൃപയാലാണ്. 5 കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്താൽ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, രക്തത്താൽ, കൃപയാൽ. 6ാമത്തെ കാര്യം വിശ്വാസത്താൽ. ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു ബേസിക് സ്റ്റാൻഡേർഡ്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്കാണ് ഉണ്ടാവേണ്ടത്. അവിശ്വാസം കൊണ്ടാണ് പാപം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് വിശ്വാസം കൊണ്ട് നീതീകരണം ഉണ്ടാകും. അതിന് ഓപ്പോസിറ്റ്. അവിശ്വാസം കൊണ്ട് പാപം വരുന്നു, വിശ്വാസത്താൽ നീതീകരണം വരുന്നു. അത് വിശ്വാസത്താൽ നീതീകരണം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 5:11 വരെയാണ് നമ്മുടെ ഈ സാൽവേഷനെ കുറിച്ച് പറയുന്ന ഭാഗം, നീതീകരണത്തെക്കുറിച്ച്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അന്നേരം വിശ്വാസം ആവശ്യമാണ്. അത് മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞതൊക്കെ വിശ്വസിക്കേണ്ടതാണ്, എങ്കിലേ നമുക്കത് കിട്ടുള്ളൂ. ഈ പറയുന്ന കാര്യം ദൈവത്താൽ നമ്മളെ വീണ്ടെടുക്കുമെന്നും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണമെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ നീതീകരിക്കുമെന്നും രക്തത്താലാണ് വിമോചനം വരുന്നതെന്നും കൃപയാൽ കർത്താവ് ചെയ്യുന്നുവെന്നും നമ്മൾ വിശ്വസിക്കണം. അത് 6ാമത്തെ കാര്യം. ഈ വിശ്വാസം എന്ന് പറഞ്ഞ 7ാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കുകയും അതിനാണ് അനുസരണം എന്ന് പറയുന്നത്. റോമർ 5:19 ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകൻ്റെ അനുസരണക്കേട് അനേകർ നീതിമാന്മാരായി തീരും. യേശുക്രിസ്തു അനുസരിച്ചതിനാൽ നമ്മൾ നീതിമാന്മാരായി തീർന്നു. യേശു അനുസരിച്ചതിനാൽ നമ്മൾ നീതിമാന്മാരായി തീർന്നു. അതുപോലെ നമ്മുടെ വിശ്വാസം അനുസരണത്തിൽ കൂടി കാണിക്കണം. 1-ാം അധ്യായം പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് വിശ്വാസത്തിനായിട്ടുള്ള അനുസരണം. എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്ത അതാണ്. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ്. നമ്മൾ
വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ അനുസരിക്കുകയാണ് എന്നുള്ളത് ഈ റോമർ ലേഖനം പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. ഹെഡ് നോളജ് അല്ല, കർത്താവിനെ അനുസരിച്ച് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവിനെ അക്നോളജ് ചെയ്യുന്നതാണ് വിശ്വാസമെന്ന് പഠിക്കുന്നതിനകത്താണ്. അതുകൊണ്ട് വിശ്വാസം പ്രവൃത്തിയാൽ കാണിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് പ്രവൃത്തിയാൽ കാണിക്കുന്നത്? അതിനി അടുത്ത 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസം എങ്ങനെയാണ് പ്രവൃത്തി കാണിക്കുന്നത്. അബ്രഹാം എങ്ങനെ കാണിച്ചതെന്ന് പഠിക്കുന്നുണ്ട്. നമ്മളത് നന്നായിട്ട് പഠിക്കും. അന്നേരം അത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അത് അനുസരണത്താലാണ് നമ്മളെ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കുന്നത്. അപ്പോൾ 7 കാര്യങ്ങളാണ് പിൻ പോയിൻ്റായിട്ട് നീതീകരണത്തിന് പറഞ്ഞത്. ഇതിൽ കൂടുതലൊരു ക്ലാസ് നിങ്ങൾ എവിടെ പോയാലും നീതീകരണത്തെക്കുറിച്ച് കിട്ടത്തില്ല. കാരണം ഇത്രയും ക്ലിയറായിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും യേശു ചെയ്തതും യാഗങ്ങളുടെ കാര്യവും കൃപാസനത്തിൻ്റെ കാര്യവും ദൈവത്തിലേക്കുള്ള പ്രവേശനവും എല്ലാം പറഞ്ഞ് അവസാനം അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. 7 കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ദൈവത്താൽ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, രക്തത്താൽ, കൃപയാൽ, വിശ്വാസത്താൽ, അനുസരണത്താൽ. ഈ അനുസരണം എന്തിനാണ്? കണ്ടിന്യൂറ്റിങ് ഇൻ ഫെയ്ത്ത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവൻ ആ പുതിയ സൃഷ്ടിയിൽ കണ്ടിന്യൂ ചെയ്യാണ്. ദൈവം നിങ്ങളെ നീതീകരിച്ച് വിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനായിട്ടല്ല. അങ്ങനൊരു പഠിപ്പിക്കലുണ്ട്. യേശു മരിച്ചതിനാൽ നാം എല്ലാം രക്ഷ പ്രാപിച്ചു. ഓക്കെ, യൂണിവേഴ്സലിസം, എല്ലാവരും രക്ഷ പ്രാപിച്ചു. ഇനി ആർക്കും ശിക്ഷയില്ല, എല്ലാവരും സ്വർഗത്തിൽ പോകും. അതാണ് ടീച്ചിങ്. എൻ്റെ റോൾ എന്താണ് എന്നുള്ളതിനകത്ത് ഒന്നും പ്രസക്തിയല്ല. യേശു മരിച്ചില്ലേ, ആദാം വഴി പാവം വന്നു, ഓക്കെ, യേശു വഴി പാവം പോയി. ഇനി എനിക്കെന്താ റോള് അതിനകത്ത്? ഒരു റോളും ഇല്ല. ദൈവം കൊണ്ടുവന്നു, ദൈവം എടുത്തു കളഞ്ഞു. ഞാനെന്താ, എനിക്കതിനകത്ത് റോളൊന്നുമില്ല. അതുകൊണ്ട് പാവമെല്ലാം പോയി, ഞാനും സ്വർഗത്തിൽ പോവും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞാനിങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വിചാരിച്ചുള്ള യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞൊരു ടീച്ചിങ് ഉണ്ട്. അത് ഈ നാളുകളിൽ പ്രസ്ഥാനം വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് പ്രസക്തിയില്ല. ആദാമിൽ കൂടി പാപം ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൽ കൂടി പോയി, ശരിയാണ്. അത് എൻ്റേതാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോഴേ എൻ്റേതാവുള്ളൂ. വലിയൊരു സ്റ്റോറിയും കഥയൊക്കെ ഉള്ളത് ഈ സമയത്ത് ഓർത്ത് വരുന്നത്, ഞാനത് പറയുന്നില്ല. അപ്പൻ്റെ അവകാശം മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് തന്നെ കിട്ടുന്നത്. മരിച്ചാൽ ഓൾറെഡി വരുമായിരിക്കാം. എന്നാൽ മോനത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനത് ആ വിൽപ്പത്രം വേറെ ആർക്കെങ്കിലും എഴുതി വെക്കത്തില്ലേ? അത് ലോജിക്കലായിട്ടുള്ളൊരു കാര്യമല്ലേ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളത് ഏറ്റെടുക്കണം, ആവശ്യമാണ്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ 7 പോയിന്റ് പറഞ്ഞെങ്കിലും അതിൽ 3 പോയിന്റ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മളത് വിശ്വസിക്കുമ്പോൾ നീതീകരിക്കപ്പെടുന്നു. അല്ലാതെ യൂണിവേഴ്സലായിട്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നു എന്നുള്ളത്. സൗജന്യമായി തന്നെ കൃപ, അതിൻ്റെ ഉറവിടം എന്താണ്? കൃപ സോഴ്സാണ്. ദൈവമാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കൃപ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവം കൃപ. അതിൻ്റെ ഉറവിടം രക്തം, യേശുവിൻ്റെ രക്തം, അതിൻ്റെ അടിസ്ഥാനം വിശ്വാസം, അതിലേക്കുള്ള പ്രവേശന മാർഗം. ഒന്നും കൂടെ പറയാം. കൃപ, അതിൻ്റെ ഉറവിടം, രക്തം, ബ്ലഡ് ഓഫ് ജീസസ്, അതിൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം. എന്തിൻ്റെ അടിസ്ഥാനം? നീതീകരണത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസം, അതിലേക്ക് ഉള്ള പ്രവേശനം. ഈ ത്രികോണം, എ ട്രയാങ്കിൾ, കൃപ, ഗ്രേസ്, ദ ബ്ലഡ് ആൻഡ് ഫെയ്ത്ത്. ഗ്രേസ്, ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫെയ്ത്ത്. ഇത് 3 കൂടി ചേരുമ്പോൾ ആണ് നീതീകരണം സാധ്യമായിത്തീരുന്നത്. ക്രിസ്തു പാപിക്ക് പകരം ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് ന്യായപ്രമാണം ദുർബലപ്പെടുകയല്ല, ഇവിടെ പറയുകയാണ് അത് വിശ്വാസത്താൽ അത് ബലപ്പെടുകയാണ് ചെയ്തത്. എങ്ങനെയാണ്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രക്തം തളിച്ച് ഉള്ള വിടുതൽ, രക്തം തളിച്ച് കൃപാസനത്തിന് മേൽ രക്തം തളിച്ച് പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ്, ശുദ്ധീകരണം, ഇവിടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വഴി നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസ മാർഗത്തിലേക്ക് വന്നു ചേരുകയാണ്. അതാണ് 27-ാം വാക്യത്തിലും അതുപോലെ 31-ാം വാക്യത്തിൽ പറഞ്ഞ് ഉപസംഹരിക്കുന്നത്. ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു അല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ന്യായപ്രമാണത്തെ ഉറപ്പിച്ചത്?
യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. 3-ാം അധ്യായത്തിലെ 15 ചോദ്യങ്ങൾ പല സമയങ്ങളിലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആദ്യം പാപത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പോഴേ വീണ്ടെടുപ്പിനെക്കുറിച്ച്, നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് വിശ്വാസമുള്ള നീതീകരണം തിരുവെഴുത്തുകൾ പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടി പൂർത്തീകരിച്ചു. അത് നിങ്ങളും ഞാനും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ വിശുദ്ധീകരണത്തിൻ്റെ ഓരോ പടികൾ നമ്മളെ കടന്നു പോകുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ ചിന്ത നമുക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. 3-ാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനിയും നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് കയറുകയാണ്. വിശ്വാസം പ്രവൃത്തിയാലല്ല എന്ന് പറഞ്ഞ് പ്രവൃത്തിയിൽ കൂടി വിശ്വാസം കാണിക്കുന്ന കാര്യമാണ് 4-ാം അധ്യായത്തിലേക്ക് വരുന്നത്. 4-ാം അധ്യായത്തിൽ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും ഇത് ഒത്തിരി യൂസായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളിത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്തെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. 15 മിനിറ്റ് സമയമല്ലേ ഉള്ളൂ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഇത് നിങ്ങൾക്ക് വലിയൊരു അസറ്റായിരിക്കും. കാരണം ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്താണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ കൂടി ദൈവം എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. ഇന്നത്തെ ഈ 2-3 എപ്പിസോഡിലുള്ള ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, ഈ നീതീകരണത്തിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിൻ്റെ രക്ഷയുടെ അംശയായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കർത്താവെ, നീതീകരണത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. കൃപയാൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു. അത് സൗജന്യമാണ്. അത് കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ വിശ്വാസത്താൽ ഞങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അത് ഞങ്ങളുടേതായിത്തീരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ അതിൻ്റെ ഉറവിടവും രക്തം അതിൻ്റെ അടിസ്ഥാനവും വിശ്വാസം അതിലേക്കുള്ള പ്രവേശന മാർഗവുമാണ്. ഈ ദിവസങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ രക്തം അവരുടെ സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാനായി ആ കർത്താവിൻ്റെ കാൽവറിയിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ സകല ശാപവും സകല രോഗവും സകല പാപവും മോചിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രോമിസിനായിട്ട് സ്തോത്രം. ഇന്ന് അനേകർ പല കെട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ കെട്ടുകൾ, സമൂഹത്തിലെ കമ്മ്യൂണിറ്റിയിലെ കെട്ടുകളെ, അവരുടെ റിലേഷൻഷിപ്പിലെ കെട്ടുകളെ, പലതായിട്ടുള്ള പൈശാചിക കെട്ടുകൾ എന്നിട്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ഞങ്ങളെ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഫ്രീഡം ഇന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില മുറുകെ പറ്റുന്ന പാപങ്ങളിലെ അഡിക്ഷനായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിത് ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനത്തിൽ നിന്ന് ഉള്ള വിടുതൽ യേശുവിൻ്റെ നാമത്തിലെ ആ ദുർഭൂതം അവരിൽ നിന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നർക്കോട്ടിക്സ്, ചില അതിൽ അടിമയായി ഇരിക്കുന്ന ചിലരെ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് സാധനമായാലും ആ കർത്താവെ, അവരുടെ ബുദ്ധിക്ക് ഉതകാത്ത കർത്താവെ മയക്ക് മരുന്നുകളിൽ നിന്നൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ നീ കൽപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. ഭവനങ്ങളിൽ ആ പ്രയാസമിരിക്കുന്നവരെ മാതാപിതാക്കൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരും, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. ദൈവം നീതിയുള്ള ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്. അവൻ്റെ കൃപാസനത്തിന് മുമ്പാകെ നമുക്ക് എപ്പോഴും കടന്നു ചെല്ലാം. വലിയ വലിയ സന്തോഷത്തോടെ, വലിയ പ്രാഗൽഭ്യത്തോട് കടന്നു ചെല്ലാവുന്നതാണ്. ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ആ സ്ക്രീനിലോട്ട് ആ കൈ നീട്ടി യേശുവേ അടിയങ്ങളെ ഒന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? യേശു എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ഓർത്ത സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തുടർന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. അടുത്ത ദിവസം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. തുടർന്നും ഇത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കണം. ഇത് വലിയ മെസ്സേജാണ്, നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ രൂപാന്തരം വരുത്തും. പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.